ഒരു കമ്പനിയിലെ സിഇഒയുടെ മെയിൻ ഡ്യൂട്ടീസ് എന്താണ്? അവരായിരിക്കും ആ കമ്പനിയുടെ ഓവറോൾ ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ഫങ്ഷൻസും സ്ട്രാറ്റജീസും എല്ലാം ഗൈഡ് ചെയ്യുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും അദ്ദേഹമായിരിക്കും അല്ലേ? അപ്പോൾ ഒരു വീടിൻ്റെ സിഇഒ എന്ന് പറയുന്നത് അവിടുത്തെ വീട്ടമ്മയല്ലേ അല്ലേ? ഞാനില്ലേ പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. നാട്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ റിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ പ്രത്യേകിച്ചും വെളിയിലൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ചും ഏട്ടൻ്റെ കൊളീഗ്സിൻ്റെ കൂടെയൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും ഓഫ് കോഴ്സ് നമ്മൾ പരിചയപ്പെടുമ്പോൾ ഇങ്ങനെ അവർ കാഷ്വലായിട്ട് ചോദിക്കുമല്ലോ, പ്രത്യേകിച്ചും ഇവിടെ ആയതുകൊണ്ട് എവിടെ വർക്ക് ചെയ്യണേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ റിസൈൻ ചെയ്ത് സ്റ്റാർട്ടിംഗ് ഒക്കെ ആയിരുന്ന സമയത്തുണ്ടല്ലോ, സീരിയസ്ലി ഞാൻ ഒന്നും ചെയ്യണില്ല, വീട്ടിലിരിക്കുകയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ചളിപ്പായിരുന്നു. സത്യസന്ധമായിട്ട് പറയാം, എനിക്ക് ഭയങ്കര ചളിപ്പായിരുന്നു. കാരണം അത്രയും നാളും വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ റിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അതിൽ ഒന്നാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെറുതിലേ തന്നെ ഒരു വീട്ടമ്മയാണെന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ഓ വീട്ടമ്മ എന്ന് പറയുമ്പോൾ എന്താ, ഒരു പണിയും കൂലി ഇല്ലാണ്ട് വീട്ടിൽ കുത്തിരിക്കുന്ന ഒരാൾ, അങ്ങനെയാണല്ലോ നമ്മൾ കേട്ട് വളർന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടുകാരുടെ സ്റ്റിൽ ഇപ്പോഴും കുറേ ആൾക്കാർ അങ്ങനെ ചിന്തിച്ചിരിക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇല്ലേ, ഈ സിഇഒനെ വെച്ചിട്ട് നമ്മളൊന്ന് നോക്കി നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആ വീട്ടമ്മയാണ്. അപ്പോൾ വീട്ടമ്മ എന്നെ സുമ്മാവാ, സിഇഒൻ്റെ മേലെ നിൽക്കും പുള്ളിക്കാരി. പിന്നെ രണ്ടാമത്തെ കാര്യം വേറെ ഒന്നായിരുന്നില്ല കേട്ടോ. അത്രയും നാൾ നമ്മുടെ കയ്യിൽ പൈസ കിട്ടിയിട്ട് പെട്ടെന്ന് അത് സ്റ്റോപ്പ് ആവുമ്പോഴും നമുക്കൊരു ഇതുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയൊക്കെ നമ്മൾ ഹോം മേക്കർ ആണെന്ന് പറഞ്ഞാലും നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ, ഇപ്പോൾ വെളിയിൽ പോയിട്ട് പോകാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു 10 രൂപ എങ്കിൽ 10 രൂപ സമ്പാദിക്കാൻ പറ്റുന്ന എന്തെങ്കിലും വഴികൾ നിങ്ങൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സിഇഒയുടെ പൊസിഷനിലോട്ടേക്ക് തിരിച്ചു വരാം. ഈ പറഞ്ഞ പോലെ ഒരു കമ്പനീനെ മുന്നോട്ട് നയിക്കുന്നത് സിഇഒ ആണ്. അതേപോലെ തന്നെ ഒരു വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സിഇഒ അല്ലേ? വീട്ടമ്മമാരല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളുണ്ടല്ലോ അവിടുത്തെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാണ്, ഇമോഷണൽ ആങ്കറാണ്, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് ആണ്, അതുപോലെ തന്നെ മൾട്ടി ടാസ്കറാണ്. ഒരു ക്രൈസിസ് വന്നാൽ മാനേജ് ചെയ്യുന്നത് നമ്മളാണ്, ടൈം മാനേജറാണ്, അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഡിസൈനറാണ്, മെമ്മറി കീപ്പറാണ്. അങ്ങനെ ഒരു ആയിരക്കണക്കിന് ലോഡ് കണക്കിന് ഡ്യൂട്ടീസാണ് ഒരു വീട്ടമ്മ എന്ന് കുറേ ആൾക്കാർ പറഞ്ഞ് ആക്ഷേപിക്കുന്ന ആ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും. ഞാൻ എപ്പോഴും ഈ വീട്ടമ്മമാരുടെ വീഡിയോ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഒരിക്കലും ആ വീട്ടിലുള്ള അച്ഛനെ ഞാൻ കുറച്ച് കാണുന്നതല്ല കേട്ടോ. അവർ നല്ല രീതിക്ക് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഒരു വ്യത്യാസം എന്താ വെച്ചാലുണ്ടല്ലോ, അവർ കഷ്ടപ്പെടുന്നതിന് എപ്പോഴും അവർക്കൊരു റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട്. ഈ വീട്ടമ്മമാരെ ഞാൻ ഇത്ര സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ മെയിൻ റീസൺ, അവരും അത്രയും തന്നെ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ വേണ്ടത്ര ഒരു റെസ്പെക്റ്റും റെക്കഗ്നീഷനും അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ മാസം നമ്മുടെ ഭർത്താവിന് സാലറി ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ ചില വീടുകളിൽ, എല്ലായിടത്തും അങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ, മന്ത്ലി നമുക്കിപ്പം നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് അമ്മമാരുടെ കയ്യിൽ കൊണ്ടുവന്നിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ എന്നിട്ട് അച്ഛന്മാർ പറയും, ഈ പൈസ കൊണ്ടാണ് നമ്മൾ ഈ ഒരു മാസം നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യേണ്ടതെന്ന്. ചിലപ്പോൾ ആ കയ്യിൽ കിട്ടുന്ന പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുച്ഛമായിട്ടുള്ളൊരു രൂപയായിരിക്കും. ആ രൂപ വെച്ചിട്ടായിരിക്കണം അമ്മ ആ വീട്ടിൽ ആ മാസത്തെ ചിലവുകൾ മൊത്തം കഴിക്കേണ്ടത്. ഇത് പ്രത്യേകിച്ചും എനിക്കൊക്കെ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എൻ്റെ അപ്പൻ സൗദിയിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ മാസം പപ്പ പൈസ അയക്കും. അപ്പോൾ മമ്മി ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ തന്നെ മമ്മിയാണല്ലോ ആ പൈസ വെച്ചിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, ഞങ്ങളുടെ സ്കൂളിലെ ഫീസ്, അസുഖം വന്ന എന്തെങ്കിലും പൈസ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യേണ്ടത് മമ്മിയായിരുന്നല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോന്നും ഇങ്ങനെ എഴുതി കണക്ക് കൂട്ടി വെച്ചിട്ട് ചെയ്യണതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കുറഞ്ഞ ചിലവിൽ നമ്മൾ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് അവിടുത്തെ വീട്ടമ്മയാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ ആരാണ്? ഫിനാൻസ് മാനേജറാണ്. എപ്പോഴും പിന്നെ ഞാൻ എടുത്തു പറയുന്നു, എൻ്റെ അപ്പൻ ചെയ്ത കഠിനാധ്വാനം ഞാനിവിടെ കണ്ടില്ല എന്ന് വെക്കുന്നതല്ല കേട്ടോ. പിന്നെ ഒരു ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് അല്ലേ, ഓക്കെ, അവരുടെ ഡ്യൂട്ടി എന്താണ്? അവരുടെ മുന്നിൽ വരുന്ന ഒരാൾക്ക് ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയാണ് അവർക്ക് കുറവുള്ളത്, അപ്പോൾ അതനുസരിച്ചിട്ട് അവർക്ക് ഡയറ്റും സംഭവങ്ങളൊക്കെ അവർക്ക് കുറിച്ച് കൊടുക്കുക, അവരോട് ഇന്ന ഭക്ഷണമൊക്കെ കഴിക്കാൻ പറയുക എന്നുള്ളതാണ് ഒരു ഡയറ്റീഷ്യൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മുടെ അമ്മമാരങ്ങനെയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അസുഖമുണ്ട്, അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ ഓക്കെ, ആ ഒരു പ്രായത്തിലുള്ള കുട്ടിക്ക് എന്തൊക്കെ ഭക്ഷണവും തരേണ്ടത്, പ്രായമായിട്ടുള്ള ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ വയസ്സായിട്ടുള്ളവർക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കൊടുക്കേണ്ടത്, അങ്ങനെ ഓരോരുത്തരുടെ ആരോഗ്യം അറിഞ്ഞ് അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ എന്താണെന്നുള്ളത് തിരഞ്ഞ് കണ്ടുപിടിച്ച് നമുക്ക് ഉണ്ടാക്കി തരുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണ്? നമ്മൾ. അപ്പോൾ നമ്മളുടെ അടുത്ത റെസ്പോൺസിബിലിറ്റി എന്താ? അടുത്ത റോൾ എന്താണ്? ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ്.
ദെൻ ഓഫ് കോഴ്സ് മൾട്ടി ടാസ്കർ. നമ്മൾ പറയേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ വീട്ടിൽ കുക്കാണ്, എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പൊടിക്കൈയൊക്കെ ചെയ്തിട്ട് ചിലപ്പോൾ അത് മാറ്റുന്ന ഒരു ഡോക്ടറാണ്, അതുപോലെ തന്നെ അക്കൗണ്ടൻ്റ് ആണ്, അങ്ങനെ അങ്ങനെ ചില സമയത്ത് ഇലക്ട്രീഷ്യനും പ്ലംബറും വരെയൊക്കെ ആവാറുണ്ട് അല്ലേ, അങ്ങനെ ലോണ്ട്രി. അപ്പോൾ അതിനെന്താ എനിക്കറിയില്ല. അങ്ങനെ പല പല മൾട്ടി ടാസ്കിങ് ആണ് നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞ് ഇനി ഈ പറഞ്ഞ പോലെ പൊടിക്കൈ ചെയ്ത് എന്തെങ്കിലും ചെയ്യണത്, അല്ലെങ്കിൽ ഇപ്പോൾ ഗ്യാസ് പുതിയ കുറ്റി വരണേക്കാട്ടിലും മുന്നേ ഗ്യാസ് തീർന്നു പോയി കഴിഞ്ഞാൽ ഓടി അപ്പുറത്തെടുത്ത് പോയിട്ട് ഓരോന്നൊക്കെ ചോദിച്ചിട്ട് ചിലപ്പോൾ പുതിയ ഗ്യാസ് കുറ്റി ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും. നമുക്ക് എപ്പോഴെങ്കിലും പൈപ്പൊക്കെ, പണ്ടൊക്കെ ഞാൻ കുറേ പൈപ്പൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ആ പൈപ്പൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് പ്ലംബർ ചേട്ടൻ വരണേക്കാട്ടിലും മുൻപ് കോലും അതുപോലെ തന്നെ തുണിയൊക്കെ തിരികെ കയറ്റി ആ വെള്ളത്തിന് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത് ആ വീട്ടിലെ വീട്ടമ്മയാണ്. എൻ്റെ മമ്മിയൊക്കെ ഒരുപാട് എന്നെ കൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞാനൊക്കെ എന്തെങ്കിലുമൊക്കെ സർക്കസൊക്കെ കാണിച്ചിട്ട് ഇഷ്ടംപോലെ പൈപ്പൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ അതൊക്കെ ഫസ്റ്റ് സ്റ്റേജിൽ ഹാൻഡിൽ ചെയ്യുന്നത് ആരാ? ആ വീട്ടിലെ അമ്മമാരാണ്. അപ്പം നമ്മൾ ആരാ? ക്രൈസിസ് മാനേജർ. അതുപോലെ ഓരോ കാര്യങ്ങൾ സമയാസമയത്ത് ഭക്ഷണം, സമയാസമയത്ത് അവനവനെ തേച്ച് വൃത്തിയാക്കിയിട്ടുള്ള ഡ്രസ്സ്, ചൂടുവെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം, തണുത്ത വെള്ളം വേണമെങ്കിൽ തണുത്ത വെള്ളം, ചായ, കാപ്പി, അങ്ങനെ മുതലായ എല്ലാ സംഭവങ്ങളും അതത് സമയത്ത് നമ്മളുടെ മുന്നിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ എത്തിക്കുന്നത് ആ വീട്ടിലെ അമ്മമാരാണ്. അപ്പോൾ നമ്മൾ ആരാണ്? ടൈം മാനേജ്മെൻറ്റിൽ നമ്മൾ കഴിഞ്ഞിട്ടല്ലേ വേറെ ആരും ഉള്ളൂ? ഇല്ലേ നോക്കി, നമ്മുടെ സമയം ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ, നമ്മുടെ ഒരു 5 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ആ വീട്ടിൻ്റെ താളമേ തെറ്റും അല്ലേ? പിന്നെ ഇപ്പോഴത്തെ പുതിയ വീടുകളൊക്കെ ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെ കുറേ ആൾക്കാർ വെളിയിൽ നിന്നൊക്കെ കാശ് കൊടുത്തിട്ടൊക്കെ ഭയങ്കര സെറ്റപ്പാക്കി ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ പണ്ടൊക്കെ നമ്മളിങ്ങനെ വീട് പെയിൻ്റൊക്കെ അടിക്കുന്നു, പിന്നെ ചുമരിൽ ഫോട്ടോസൊക്കെ തൂക്കുന്നു, പിന്നെ പൂന്തോട്ടം ഭയങ്കര അടിപൊളിയായിട്ട് സെറ്റാക്കുന്നു, നമ്മുടെ ഫോട്ടോസിൻ്റെ കൂടെ ഓരോരോ കുഞ്ഞു പൂക്കൾ, അത് ഇത് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെ. പിന്നെ എൻ്റെ വീട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനാ മുറിയൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ അത് നമ്മളിങ്ങനെ ഓരോ ഈശോൻ്റെ രൂപം, മാതാവിൻ്റെ രൂപമൊക്കെ ഇങ്ങനെ ഇങ്ങനെ വെച്ച് 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 കുറേ ലൈറ്റൊക്കെ ഒപ്പിച്ച്, പിന്നെ കുരുത്തോലയൊക്കെ നമുക്ക് ഓശാനയൊക്കെ കിട്ടുമ്പോൾ ആ കുരുത്തോലയൊക്കെ നല്ല രീതിക്ക് കുരിശൊക്കെ ആക്കിയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് അവിടെ വെക്കുന്നത് ആരായിരുന്നു? നമ്മുടെ ഹോം മേക്കറാണ്. ഇപ്പം അതൊക്കെ എൻ്റെ അപ്പനും ചെയ്യും കേട്ടോ. എന്നാലും അപ്പം നമ്മൾ ആരാ? ഇൻറ്റീരിയർ ഡിസൈനറാണ്. നമ്മളൊക്കെ തന്നെ നമ്മുടെ ഓടിപ്പോയിട്ട്, എൻ്റെ വീടൊന്നും ഞാൻ അത്ര ആക്കിയിട്ടില്ല, ഞാൻ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ ഇച്ചിരി പിറകോട്ടാണ്. പക്ഷെ എന്നാലും ഒരുപാട് പേര് അവിടെ അടുക്കളയും വീടും ഒക്കെ നല്ല രീതിക്ക് ഹോം ഡെക്കറൊക്കെ ചെയ്തിട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടില്ലേ? അത് ശരിക്കും ആരുടെ ഡ്യൂട്ടിയാണ്? ഒരു ഇൻറ്റീരിയർ ഡിസൈനർ ചെയ്യുന്ന ഡ്യൂട്ടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അപ്പുറത്തെ വീട്ടിലെ പാല് കാച്ച്, അടിയന്തരം, കല്യാണം, മാമോദീസ, പേരിടൽ, ബർത്ത്ഡേ, ആനിവേഴ്സറി, എല്ലാ സംഭവങ്ങളും ആരൊക്കെ മറന്നാലും ആ വീട്ടിൽ മറക്കാത്ത ഒരേ ഒരാളേ ഉള്ളൂ. അപ്പം നമ്മൾ ആരാ? മെമ്മറി കീപ്പർ. അങ്ങനെ നീണ്ട് കിടക്കുന്നുണ്ട്. അതൊരു കമ്പനിയിലെ സിഇഒക്ക് മേൽനോട്ടം മാത്രം വഹിച്ചാൽ മതി. നമ്മളെ വീട്ടമ്മമാരെ സിഇഒ എന്ന് മാത്രം പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറഞ്ഞു പോകും. കാരണം ഒരു കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ആ പല ഡിപ്പാർട്ട്മെൻറ്റ്സിലും ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ വർക്ക് ചെയ്താലാണ് അത് നല്ല രീതിക്ക് ചെയ്യുള്ളൂ, അല്ല മുന്നോട്ട് പോവുള്ളൂ. ഈ ഡ്യൂട്ടീസൊക്കെയാണ് വീട്ടമ്മ എന്ന് പുച്ഛിച്ച് താഴ്ത്തുന്ന ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ മറ്റുള്ളവരുടെ സപ്പോർട്ടും ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പം നമ്മളൊക്കെ ആരാ? പുപ്പുലികളല്ലേ? അപ്പം അടിപൊളിയായിട്ടിരിക്കുക. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.